കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ശൈലി പാർട്ടിക്ക് ഗുണകരമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. തന്നെ കാണാൻ വന്നപ്പോൾ ഈ രീതി ശരിയല്ല എന്ന് കെ സുധാകരനോട് പറഞ്ഞിരുന്നു. ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വിളിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. കെ സുധാകരനും വി ഡി സതീശനും വന്നപ്പോൾ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ ഡൽഹിയിൽ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണെന്നും വി എം സുധീരൻ പറഞ്ഞു. ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ്. ഒരു ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല. അപ്പൊ ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പറയുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു, മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു നിന്ന ഒരു അഗ്നിപർവ്വതം അത് തീയായി പുറത്തു വരുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ കാണുന്നത്. അതിന്റെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലുള്ള വി എം സുധീരന്റെ മറുപടി കൂടി ആയതോടുകൂടി പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയാണ്. ആ നിലയിലാണ് വി എം സുധീരൻ എന്ന നിലവിലെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വലിയ പ്രതീക്ഷയായിരുന്നു കെ സുധാകരനും ഒപ്പം വി എം സുധീരനും പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊത്തല്ല അവരുടെ പ്രതികരണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഉള്ളത്. വലിയ വിമർശനങ്ങൾ താൻ തന്നെ നേരിട്ട് ആദ്യം അവരോട് പറഞ്ഞു. അത് അവർ ചെവിക്കൊണ്ടില്ല. പിന്നീട് AICC ഉൾപ്പെടെ കത്തയച്ചു. രാഹുൽ ഗാന്ധി തന്നെ വിളിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതും ഉണ്ടായില്ല എന്നുകൂടി ഒരു വലിയ വിമർശനമാണ് വി എം സുധീരൻ നടത്തുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്.